ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഇക്കായി 4 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് മേൾ ജോൾ, അതായത് ബന്ധം. ഇവിടെ രാംധാരി സിംഹദിൻകറിൻ്റെ ഒരു കോട്സ് കൊടുത്തിട്ടുണ്ട്. സ്നേഹമില്ലാത്തോ മിലി നെഹിം ക്യാ വസ്തു തുമേ. സ്നേഹം കിട്ടിയാൽ പിന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടാത്ത വസ്തു? യദി നെഹി മില യദി സ്നേഹ ബന്ധു ജീവൻ മേം തുമ്നെ ക്യാ പായ. സ്നേഹം കിട്ടിയില്ല എങ്കിൽ അല്ലയോ ബന്ധു, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? ഓക്കെ, ഈ ഒരു കോഴ്സ് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട്. ഇവിടെ ഒരു കുട്ടി ഒരു കാർഡൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. എന്താ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. മേം നിമ്മി ഹും, ഞാൻ നിമ്മിയാണ്. ഈ കുട്ടിൻ്റെ പേര് നിമ്മിയാണ്. ഓഗസ്റ്റ് 10 അഗസ്റ്റ് 2012 മേരാ ജന്മദിൻ ഹേ. 2012 ഓഗസ്റ്റ് 10-നാണ് എൻ്റെ ജന്മദിനം. എൻ്റെ ജന്മദിനം 2012 ഓഗസ്റ്റ് 10-നാണ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കും അതേപോലെ അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിഖേം അപ്ന നാം ഔർ ജന്മദിനം. അതേപോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ജന്മദിനം എഴുതാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയണം അല്ലേ, നമ്മുടെ ജന്മദിനത്തിൻ്റെ ഡേറ്റും മാസമൊക്കെ നമുക്ക് ഹിന്ദിയിൽ അറിയണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മേം നിമ്മി ഹും 10 അഗസ്റ്റ് 2012 മേരാ ജന്മദിൻ ഹേ. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെയാണ് നമ്മുടെ 31 വരെ 1 മുതൽ 31 വരെ എങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതുക? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31. ഓക്കെ, ഇതാണ് 1 മുതൽ 31 വരെയുള്ള നമ്പർ കേട്ടോ. നമ്മളെ കലണ്ടറിലുള്ള നമ്പറാണ്. നെക്സ്റ്റ് നമുക്ക് ഹിന്ദിയിൽ മാസങ്ങളെ പേര് അറിയണം അല്ലേ. നമ്മളെ ബർത്ത്ഡേ എഴുതണമെങ്കിൽ നമ്മുടെ മാസങ്ങളെ പേര് ഹിന്ദിയിൽ അറിയണം. ഫസ്റ്റ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങളുടെ മാസം ഏതാ, ഡേറ്റൊക്കെ ഏതാ നോക്കിയിട്ട് നിങ്ങളെന്ത് ചെയ്യണം? ലിഖേ അപ്ന നാം ഔർ ജന്മദിനം. നിങ്ങളുടെ പേരും ജന്മദിനവും എഴുതണം. ഇവിടെ മേം നിങ്ങളുടെ പേര്, ഇവിടെ മേം ഡാഷ് ഹും എന്നുണ്ട് അല്ലേ. അവിടെ നിങ്ങളുടെ പേര് എഴുതുക. മേരാ ജന്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റും മാസമൊക്കെ വെച്ചിട്ട് കോഹുവ അങ്ങനെ ഫില്ല് ചെയ്യാനാണ് കേട്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഓക്കെ, ഇനി നമ്മളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഒരു കഹാനിയാണ് കേട്ടോ. കഹാനി എന്ന് പറഞ്ഞാൽ സ്റ്റോറി. നമ്മുടെ സ്റ്റോറിൻ്റെ പേരാണ് തും ജിയോ ഹസാരോം സാൽ, സാൽ കെ ദിൻ ഹോ 50,000. തും ജിയോ ഹസാരോം സാൽ, നീ 1000കണക്കിന് വർഷം ജീവിക്കട്ടെ. സാൽ കെ ദിൻ ഹോം 50,000, വർഷത്തിലെ ഓരോ ദിവസങ്ങൾ എന്താണ് 50,000 ദിവസങ്ങൾ ആകട്ടെ. ഓക്കെ, വർഷത്തിൽ 50,000 ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ഷിറാസ് ഹുസൈനാട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇതാണ് ഷിറാസ് ഹുസൈൻ കേട്ടോ. 1985 നവംബർ 25-നാണ് അദ്ദേഹം ജനിച്ചത് കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് ഈ ഒരു കഹാനി വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. നിമ്മി കാക്കൽ ബർത്ത്ഡേ ദ. ഇന്നലെ നിമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആജ് സുബഹ് സേ വോ തോഹ്ഫോം കോ ഗോൽ ഘോൽ കർ ദേഖ്നെ മേ ലഗി ഹേ. ആജ് സുബഹ് സേ, ഇന്ന് രാവിലെ മുതൽ, വോ തോഹ്ഫോം കോ ഗോൽ ഘോൽ കർ ദേഖ്നെ മേ ലഗി ഹേ, അവർ സമ്മാനങ്ങൾ തുറന്നു നോക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നലെ ബർത്ത്ഡേക്ക് കിട്ടിയ സമ്മാനങ്ങളൊക്കെ തുറന്നു നോക്കുന്ന തിരക്കിലായിരുന്നു. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത്ത് സുന്ദർ ദ. വിനോദ് അങ്കിൾ നൽകിയ ബർത്ത്ഡേ കാർഡ് വളരെ മനോഹരമായിരുന്നു. ഉസ് പർ ഏക്ക് കാർട്ടൂൺ ബനാദ, അതിന്മേൽ ആ കാർഡിൽ ഒരു കാർട്ടൂൺ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഔർ ലിഖാദ, എന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ എഴുതിയിട്ടുള്ളത്? തും ജിയോ ഹസാരോം സാൽ,
സാൽ കെ ദിൻ ഹോ 50,000. നമ്മൾ നേരത്തെ ഹെഡിങ് വായിച്ചൂലേ, തും ജിയോ ഹസാരോം സാൽ, നീ ആയിരക്കണക്കിന് വർഷം ജീവിക്കട്ടെ, വർഷത്തിൽ 50 സാലിക്കേ ദിൻ ഹോ 50,000, വർഷത്തിൽ 50,000 ദിവസങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ഒരു വിനോദങ്ങൾ ബർത്ത്ഡേ കാർഡിൽ എഴുതിയതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിമ്മിക്കുട്ടി ബർത്ത്ഡേ കാർഡ് തുറന്ന് നോക്കിയപ്പോൾ, അത് വായിച്ചു നോക്കിയപ്പോൾ ഈ നിമ്മിക്കുട്ടിക്കൊന്നും മനസ്സിലായില്ല. ഏ കൈസി കവിത ഹുയി, ഇതെന്തൊരു കവിതയാണ്. വഹ് കുച്ച് ഉൽജി സുൽജീസി നാനാ കെ പാസ് ദൗഡി, അവൾ അല്പം ആശയക്കുഴപ്പത്തോടെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ഓടി. ഉന്നേം കാർഡ് ദിഖായ ഔർ ബോലി, എന്നിട്ട് അദ്ദേഹത്തിന് ആ കാർഡ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നാനാ पर 50,000 तो बहुत ज़्यादा होता है ना. മുത്തശ്ശ, പക്ഷേ 50,000 വർഷം അത് വളരെ കൂടുതലല്ലേ, 50,000 വളരെ കൂടുതലല്ലേ. ഇത്തിനെ സാൽ കോൺ ജീത്താ ഹേ, ഇത്രയൊക്കെ വർഷം ആരാ ജീവിക്കുക. ഞാനാനെ കഹ, അത് ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, യഹ് തോ ഏക് തരഹ് കി ദുആ ഹേ, ഇതൊരു തരത്തിലുള്ള ദുആയാണ്. 50,000 വർഷമൊന്നും ആരും ജീവിക്കൂല അല്ലേ, ഇതൊരു തരത്തിലുള്ള ദുആയാണ്, പ്രാർത്ഥനയാണ്. മത്ലബ് കുച്ച് ഐസാ കാം കർ ജാഓ കി ദുനിയ ആപ്കോ ഹമേഷ യാദ് രഖോ. മത്ലബ്, അതിൻ്റെ അർത്ഥം, കുച്ച് ഐസാ കാം കർ ജാഓ, എന്തെങ്കിലും നീ കാര്യം ചെയ്യണം. ദുനിയ ആപ്കോ ഹമേഷ യാദ് രഖോ, ലോകം താങ്കളെ എപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതായത് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലോകം നമ്മളെപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണം, അതാണ് 50,000 വർഷം ജീവിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മത്ലബ്, അർത്ഥം, മീനിങ് എന്താ, നമ്മുടെ നിമ്മിക്കുട്ടി വീണ്ടും ചോദിക്കുകയാണ്. നിമ്മിനെ ജര ആഖെ ആക്കർ പൂച്ച, നിമ്മി അല്പം മുന്നോട്ട് വന്ന് ചോദിച്ചു. അത് പറഞ്ഞാൽ എന്താ, ലോകം എപ്പോഴും ഓർക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്. മത്ലബ്, അതിൻ്റെ മീനിങ്, ജൈസെ മദർ തെരേസ, അമീർ ഗുസരോ യാ ഗാന്ധിജി, ये लोग आज जिंदा नहीं है पर इन्हें सब आज भी याद रखते हैं. മത്ലബ്, അർത്ഥം, മദർ തെരേസ, അമീർ ഗുസരോ യാ ഗാന്ധിജി, മദർ തെരേസൻ്റെയും അമീർ ഗുസരോയുടെയും ഗാന്ധിജിയുടെയൊക്കെ പോലെ. ഈ ലോക് ആജ് സിന്ദാ നഹീം ഹേ, ഈ ആളുകളൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല. പർ ഇനേം സബ് ആജ് ബി യാദ് രഖ്തേ ഹേ, എന്നാൽ പക്ഷേ എല്ലാവരും ഇന്നും ഓർക്കുന്നുണ്ട് അവരെ, ഗാന്ധിജിനെയും മദർ തെരേസനെയും. അവർ അമീർ ഗുസരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷെ അവരെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓ സംജി, ഓ മനസ്സിലായി. മദർ തെരേസ ഒരുപാട് പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് അല്ലേ. അമീർ ഗുസരോ ഹിന്ദിയിലും സൂഫിയിലൊക്കെ പ്രശസ്തനായ ഗായകനും കവിയൊക്കെ ആയിരുന്നു. ഇദ്ദേഹം പഴയ കാലത്തെ ഒരാളായിരുന്നു. ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച ആളായിരുന്നു അല്ലേ. ഈ ആളുകളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ എല്ലാവർക്കും ഇപ്പോഴും ഇവരൊക്കെ ഓർക്കുന്നുണ്ട്. ഓ സംചി ബഡിയ ബാത്ത് ലിഖി ഹേ, ഓ മനസ്സിലായി, വലിയ കാര്യം എഴുതിയിരിക്കുന്നു. നിമ്മി ബോലി, നിമ്മി പറഞ്ഞു. ഹാം സോത്തോ ഹേ, അങ്ങനെ തന്നെയാണ് അല്ലേ, ഒരു വലിയ കാര്യം തന്നെയാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഇതാണ് മദർ തെരേസ, അമീർ ഗുസരോ, ഗാന്ധിജി അല്ലേ. ഇതിൽ മദർ തെരേസിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഗാന്ധിജിനെയും കണ്ടിട്ടുണ്ടാവും, പിന്നെ അമീർ ഗുസരേനെയാണ് അല്ലേ അധികം പരിചയമില്ലാത്ത ആൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവരൊക്കെ പോലെ എന്തെങ്കിലും കാര്യം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ എന്താവും, പിന്നെയും കുറേ കാലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അല്ലേ. കുറേ കാലം എല്ലാവർക്കും നല്ല ഓർമ്മ ഉണ്ടാവും. അതാണ് തും ജിയോ ഹസാരോം സാൽ സാലിക്കെ ദിൻഹോം 50,000 എന്ന് എഴുതിയിട്ടുള്ളത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മിസ് ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ മീനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, ബൈ.